മലയാളിയായ നഴ്സിൽ നിന്ന് കുറ്റവാളിയിലേക്കുള്ള നിമിഷപ്രിയയുടെ കഥ നിരാശയുടെയും ദുരുപയോഗത്തിന്റെയും അന്താരാഷ്ട്ര ആകർഷണങ്ങളുടെയും ഒരു സങ്കീർണ കഥയാണ്. കേരളത്തിൽ ജനിച്ച നഴ്സ് 2017 മുതൽ യമനിൽ തടവിലാണ്. വധശിക്ഷ തടയാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാകുന്നതോടെ ഇപ്പോൾ ജീവനുവേണ്ടി പോരാടുകയാണ്. നിമിഷപ്രിയയുടെ ഇതുവരെയുള്ള അവസ്ഥ ചുരുക്കി പറയാം. കേരളത്തിലെ പാലക്കാട് ജില്ലക്കാരിയായ നിമിഷ 2008 യമനിലേക്ക് നഴ്സായി ജോലിക്ക് പോയി. പിന്നീട് 2011 ഭർത്താവും മകളും അവരോടൊപ്പം ചേർന്നു. 2014 ആയപ്പോഴേക്കും യമനിൽ ആഭ്യന്തരയുദ്ധം രൂക്ഷമാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കുടുംബം ഇന്ത്യയിലേക്ക് മടങ്ങി. അതേസമയം ജോലി തുടരാൻ അവർ അവിടെ തന്നെ തുടർന്നു. 2012 നിമിഷപ്രിയ നഴ്സായി യമനിൽ എത്തിയത്. സനയിലെ ഒരു ക്ലിനിക്കിൽ നഴ്സായിരുന്ന നിമിഷ 2014 കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുമായി പരിചയപ്പെടുന്നത്. 2015 തന്റെ ഇരയായ തലാൽ അബ്ദു മഹ്ദിയുമായി സഹകരിച്ച് സനയിൽ ഒരു ക്ലിനിക് ആരംഭിച്ചു. വിദേശികൾക്ക് ബിസിനസ്സുകൾ നടത്താൻ ഒരു പ്രാദേശിക സ്പോൺസർ ഉണ്ടായിരിക്കണമെന്ന് യമൻ നിയമം അനുശാസിക്കുന്നു. 2015 നിമിഷയും തലാലും ചേർന്ന് അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു. ക്ലിനിക്ക് ലാഭത്തിലായതോടെയാണ് തലാലിന്റെ ഉപദ്രവം തുടങ്ങിയത്. നിമിഷ പോലും അറിയാതെ അയാൾ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ പേർ കൂടി ഉൾപ്പെടുത്തി മാസവരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കാൻ ശ്രമിച്ചു. പിന്നീട് തന്റെ ഭർത്താവാണെന്ന് അയാൾ പലരോടും പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തത് മുതലാണ് തലാലുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അയാൾ നിമിഷയെ ശാരീരികമായി ആക്രമിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബിസിനസിന്റെ ഒരു പങ്ക് അവകാശപ്പെടാൻ വ്യാജരേഖകളും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും നിർമ്മിച്ചു. ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചു. പാസ്പോർട്ട് പിടിച്ചെടുത്തു. ഇത് അവളെ രാജ്യത്ത് കൊടുക്കാൻ കാരണമായി. 2017 ജൂലൈയിൽ മഹ്ദിയുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ച് പാസ്പോർട്ട് വീണ്ടെടുക്കാൻ അവർ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ ഡോസ് മാരകമാണെന്ന് തെളിഞ്ഞു. ഒരു സഹപ്രവർത്തകന്റെ സഹായത്തോടെ അവർ മൃതദേഹം കഷ്ണങ്ങളാക്കി ഒരു വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു. താമസിയാതെ യമൻ വിടാൻ ശ്രമിക്കുന്നതിനിടെ പ്രിയ അറസ്റ്റിലായി. നിമിഷയുടെ കേസ് വർഷങ്ങളായി അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു. 2018 മാർച്ചിൽ തന്റെ പ്രാദേശിക സ്പോൺസറെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷയെ കുറ്റക്കാരിയായി കണ്ടെത്തി. 2020 യമൻ കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചു. 2024 ഡിസംബറിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി അവളുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയതിനുശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായി. 2025 ജനുവരിയിൽ ഹൂത്തി നേതാവ് മഹ്ദി അൽമഷാദ് അതിന് അംഗീകാരം നൽകിയതോടെ പ്രശ്നം രൂക്ഷമായി. 2022 ഏപ്രിലിൽ യമൻ അപ്പീൽ കോടതി മാപ്പ് അപേക്ഷ തള്ളിയതിനെ തുടർന്ന് യാത്രാവിലക്ക് ഉണ്ടായിരുന്നിട്ടും യമനിലേക്ക് പോകാൻ അവരുടെ അമ്മ പ്രേമകുമാരിയും മകളും സേവ് നിമിഷ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി തേടി. മഹ്ദിയുടെ കുടുംബത്തെ കണ്ട് നേരിട്ട് ക്ഷമാപണം നടത്തി മാപ്പ് ചോദിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മരണത്തെ മനഃപൂർവ്വമല്ലാത്ത തെറ്റ് എന്ന് വിശേഷിപ്പിച്ച് കരുണയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് നിമിഷ തന്റെ അമ്മയ്ക്കും ആക്ഷൻ കൗൺസിലിനും പശ്ചാത്താപം പ്രകടിപ്പിച്ച് കത്തെഴുതി. 2023 നവംബറിൽ രാജ്യത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ശിക്ഷ ശരിവച്ചു. പക്ഷേ ശരിയത്ത് നിയമപ്രകാരം ദിയ അഥവാ രക്തപ്പണം നൽകാനുള്ള ഓപ്ഷൻ തുറന്നിട്ടു. ഏതാണ്ട് അതേ സമയത്ത് ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാനുള്ള പ്രേമകുമാരിയുടെ അഭ്യർത്ഥനയിൽ തീരുമാനമെടുക്കാൻ ഡൽഹി ഹൈക്കോടതി ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ 2024 ഏപ്രിലിൽ അവർ സനയിൽ എത്തി. ഏപ്രിൽ 24 11 വർഷത്തിനു ശേഷം ജയിലിൽ വെച്ച് മകളെ അവർ കണ്ടു. വൈകാരികമായ പുൻസമാഗമത്തെ തുടർന്ന് ഇരയുടെ കുടുംബവുമായി ഇടപഴകാനുള്ള പുതിയ ശ്രമങ്ങൾ നടന്നു. അതേസമയം നയതന്ത്ര ശ്രമങ്ങൾ വേഗത്തിലായി. 2025 ജനുവരി 2 യമനുമായി വിഷയം ഏറ്റെടുക്കുമെന്നും സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും ഇറാൻ ഇന്ത്യയ്ക്ക് ഉറപ്പ് നൽകി. 2024 ഡിസംബർ 31 ഇന്ത്യൻ സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പറയുകയും കുടുംബം നിയമപരവും നയതന്ത്രപരവുമായ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. 2025 ജൂലൈ 14 നിമിഷയെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ഇന്ത്യയ്ക്ക് നയതന്ത്ര സാന്നിധ്യമില്ലാത്ത യമനുമായുള്ള ഇടപാടുകളുടെ സങ്കീർണതകൾ അവർ സമ്മതിച്ചു. ഒരു ദിവസത്തിനു ശേഷം ജൂലൈ 15 അവളുടെ വധശിക്ഷ മാറ്റിവെച്ചതായി സ്ഥിരീകരണം വന്നു. ഇത് കൂടുതൽ ചർച്ചകൾക്ക് ഇടുങ്ങിയതും എന്നാൽ നിർണായകവുമായ ഒരു ജാലകം തുറന്നു.
യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലായ മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടത്താൻ നിശ്ചയിച്ചിരുന്നതിന്റെ ഒരു ദിവസം മുമ്പ് മാറ്റിവെച്ചു. പ്രമുഖ സുന്നി പുരോഹിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് യമനിലെ മത അധികാരികളെ സമീപിച്ചതിനെ തുടർന്നാണ് ശിക്ഷയ്ക്ക് ഇളവ് ലഭിച്ചത്. മഹദിയുടെ കുടുംബത്തിന് സ്വീകാര്യമായ ഒരു രക്തദാന ഒത്തുതീർപ്പ് ഉറപ്പാക്കുന്നതിലാണ് നിലവിലെ ശ്രമങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഇന്ത്യ പ്രാദേശിക പ്രോസിക്യൂട്ടർമാരുമായും അധികാരികളുമായും ബന്ധം തുടരുന്നു. അവസാന നിമിഷം മാറ്റിവെച്ചത് നിമിഷപ്രിയയ്ക്കും അവരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മറ്റൊരു അവസരം നൽകിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യവുമായി ഒരു നയതന്ത്ര ബന്ധവും ഇല്ലാത്ത ഒരു മതരാജ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമായ കാര്യമല്ല. എങ്കിലും കാന്തപുരം മുസ്ലിയാരെപ്പോലുള്ളവർക്കു ഇടപെട്ടു വിജയിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അത് ദൈവനിയോഗമായി കരുതേണ്ടിവരും. എല്ലാം ശുഭമായി അവസാനിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.